ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസ് പ്രകാരം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ മാർക്കറ്റ് ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺവേർഡ് മൂവ് ആയിരുന്നു മാർക്കറ്റ് ഇന്നലെ ഉണ്ടായിരുന്ന മാർക്കറ്റ്. അത് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യില്ല എന്ന് പറഞ്ഞായിരുന്നു. അതുകൂടാതെ 800 ഭാഗത്തൊക്കെ വരുന്ന സമയത്ത് പുട്ടെടുക്കുകയാണെങ്കിൽ ആ പുട്ട് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ഒരു പ്രയോജനം വരുമെന്ന് പറഞ്ഞു. നിഫ്റ്റി ഏകദേശം 800 ലെവല് മോർണിംഗ് ഒരു 11:15 വന്നു. അവിടെ നിന്ന് അടിച്ചിറങ്ങി ഏകദേശം 723 വരെയും വന്നതിന് ശേഷം വീണ്ടും ആ 800 എന്ന് പറഞ്ഞ ഇന്നലത്തെ POCയുടെ ഭാഗത്ത് തന്നെ കളിച്ചത്. ഇപ്പം നമ്മുടെ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത് 710 സപ്പോർട്ട് ലെവലിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. താഴെ വന്നു, തിരിച്ച് കയറി, അവിടെ നിന്ന് കയറി ഇന്നലത്തെ ലോഹായ 750 അതിന് മുകളിൽ ഇന്നലത്തെ POC ആയ 800 ടച്ച് ചെയ്ത് തിരിച്ച് വീണ്ടും ഒരു VWAP അല്ലെങ്കിൽ നോർമൽ ഡേ ആയിട്ടാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ സമയം നോക്കുമ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിഫ്റ്റി ഏകദേശം ഒരു 10-20 പോയിൻ്റ് അപ്പുമാണ്. നമ്മുടെ അമേരിക്കൻ മാർക്കറ്റ് ഡൗ ജോൺസ് 165 പോയിൻ്റ് അപ്പും, S&P വന്ന് 26 പോയിൻ്റ് അപ്പും, നാസ്ഡാക്ക് വന്ന് 110 പോയിൻ്റ് അപ്പിൽ നിൽക്കുകയാണ്. സോ ഒരു ഫ്ലാറ്റ് ടു ബുള്ളിഷ് മാർക്കറ്റാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ ബാക്കിയുള്ള നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസ് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പോവാം. സോ നിങ്ങൾ ഈ കാണുന്നത് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്. നിഫ്റ്റി ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ഉറക്കം തൂങ്ങി സംസാരിക്കുന്ന പോലെ നിഫ്റ്റി ഉറക്കം തൂങ്ങിയായിരുന്നു. പ്യുവർലി ഇന്നലെ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിരുന്നു. ഇന്ന് നിഫ്റ്റി ഏകദേശം ഈ ഇന്നലത്തെ ലോയുടെ ഭാഗത്ത് തന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം തിരിച്ച് കയറിപ്പോയി ഇന്നലത്തെ POCയുടെ ഭാഗത്ത് നിന്ന് റിജക്റ്റായി ഓൾമോസ്റ്റ് ഒരു POC 22,768 റേഞ്ചിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നോർമൽ പ്രൊഫൈലാണ്. POC വന്നേക്കണ 22,770-ലും VWAP വന്നൊക്കെ 760-ലാണ്. ഇന്നലത്തെ ഈ FA ആയ 22,850 ലെവല് സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ട് ഈ 850 എന്ന് പറഞ്ഞാൽ FA നെഗേറ്റ് ചെയ്യാത്തത്തോളം കാലം നിഫ്റ്റിയെ സംബന്ധിച്ച് 22,633 എന്ന ലെവലിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഈ FA നെഗേറ്റ് ചെയ്യുകയാണെങ്കിൽ, നെഗേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ FA ടാർഗറ്റ് തരാതെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് ടാർഗറ്റും കിട്ടും. അപ്പോൾ നമുക്ക് നോക്കേണ്ട നാളെ മാർക്കറ്റ് ഈ ഇന്നലത്തെ 22,746 എന്ന് പറഞ്ഞ ഇന്നത്തെ വാല്യൂ ഏരിയ ലോയുടെ താഴെ നിൽക്കുന്നിടത്തോളം കാലം ഇന്നലത്തെ ഈ വന്ന FAയുടെ ആ ഒരു ടാർഗറ്റ് കിട്ടുകയും ആ ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് 633 ആ ടാർഗറ്റ്. സോ നാളെ നമുക്ക് 22,746 താഴെ നിൽക്കുന്നിടത്തോളം കാലം 22,665 അതിന് താഴെ ഈ 633 FA ടാർഗറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി മുകളിലോട്ടാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് 22,855 ഒരു റെഫറൻസ്, 850. ആ 850 മുകളിൽ മാത്രമേ നമ്മളൊരു ബൈയെക്കുറിച്ച് ചിന്തിക്കാവുള്ളൂ. നിഫ്റ്റിയിൽ ഇന്നലെ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ്, ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ചിട്ടുണ്ട് മുകളിൽ. അത് പ്രകാരമുള്ള ടാർഗറ്റ് തരാത്തത്തോളം കാലം ആ ലെവലിൽ വീണ്ടും വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ എന്നെ സംബന്ധിച്ച് നിഫ്റ്റി 850 മുകളിൽ താഴെ നിൽക്കുന്നിടത്തോളം കാലം സെൽ ഓൺ റൈസിലേക്കാണ് വരുന്നത്. അത് പ്രകാരം 22,665 സെക്കൻഡ് 633 അതിന് താഴെ ഈ 556 എന്ന് പറഞ്ഞ ഈ ഒരു ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ഇതും POCയും, അതിന് താഴെ ഈ 510 എന്ന് പറഞ്ഞ ലെവലും. ഈ 510 താഴെ നിൽക്കുന്നിടത്തോളം കാലം തിരിച്ച് വീണ്ടും എത്രയിലേക്ക് പോകും? ഈ 466 അതിന് താഴെ 410 ഈ POCയും ജസ്റ്റ് ചാൻസ് ഉണ്ട്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിരുന്നു ഇന്നലെ. ഈ ഉറക്കം തൂങ്ങിയ മാർക്കറ്റായിരുന്നു, വലിയ മാറ്റമൊന്നുമില്ല. ആ FA ഉണ്ട്. ഇനി ഒന്നുകിൽ നമ്മളെ മാർക്കറ്റ് നാളെ 22,800 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 850 ടെസ്റ്റ് ചെയ്യാനും, ഇല്ല എങ്കിൽ ഇന്നത്തെ POCക്ക് താഴെ ഇന്നത്തെ വാല്യൂ ഏരിയ ലോയ്ക്ക് താഴെ 22,750 ആ റേഞ്ചിന് താഴെ വരികയാണെങ്കിൽ നമ്മൾ ഇറങ്ങി ഇവിടം വരെ വരാൻ ചാൻസ് ഉണ്ട്. 22,665 22,633 വരെയുള്ള ചാൻസ് കൂടുതലാണ്. സോ ഈ FA നമുക്ക് ഇന്നലെ വന്ന FA വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 850 മുകളിൽ മാത്രമേ നിങ്ങളിനി ബുള്ളിഷിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. നമുക്കിനി നോക്കേണ്ടത് നമ്മുടെ ഈ ലെവൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഈ മാർക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ ഇന്നത്തെ POC എന്ന് പറഞ്ഞാൽ 22,770. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇതിനെ ഇന്നത്തെ POC ആക്കി മാറണം. 770 നമ്മളെ POC എന്ന് പറഞ്ഞാൽ അതൊന്നും ഞാനൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എനിക്കും വളരെ ഉപകാരമാവില്ല. ഈ POC നമ്മൾ മാർക്ക് ചെയ്യും 770. ഇപ്പോൾ ഇന്നലത്തെ POC 800, ഇനി 800 അതിന് മുകളിൽ നിൽക്കുകയാണ് 850 എന്ന് പറഞ്ഞതും. താഴെ ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 743 എന്ന് പറഞ്ഞാൽ നമുക്കൊരു 748 അതിന് താഴെ ഈ 710 നമുക്കൊരു സപ്പോർട്ടുണ്ട്. 710 താഴെ നമ്മളെ പറയുകയാണെങ്കിൽ നമുക്ക് 665 എന്ന് പറഞ്ഞാൽ FA അല്ല നമ്മുടെ POCയും
ഈ പി ഒ സി കാരൻ്റെ കളർ അതിനെ മാറ്റി വയ്ക്കാം. നമുക്ക് പി ഒ സി കളർ ഒരുമിച്ചാക്കണമല്ലോ. അതിന് താഴെ 633 എന്ന് പറഞ്ഞ FA പോയിൻറ്റും അതിന് താഴെ വരികയാണെങ്കിൽ 556 എന്ന് പറഞ്ഞ ഈ ഒരു പി ഒ സി നമുക്ക് സപ്പോർട്ടായിട്ട് ആക്റ്റീവ് ആവും. ക്ലിയർ ആവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? സോ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ നോക്കേണ്ടത് ബൈ എന്ന് പറയണത് 840-നും 850 ഈ ഹൈക്ക് മുകളിൽ ബൈ എടുത്താൽ മതി. സെല്ലാണെങ്കിൽ ഈ 748 എന്ന് പറഞ്ഞാൽ ഈ ഇതിന് താഴെ മാത്രമേ സെല്ലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ നമുക്ക് മാർക്കറ്റ് റേഞ്ചിൽ തന്നെ പോകും. സോ ഈ ലെവൽ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. 850-ന് മുകളിൽ മാത്രമേ ഇനിയൊരു ഫ്രഷ് ബൈയെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. അല്ല എങ്കിൽ നമുക്ക് നല്ലൊരു ഡിമാൻഡ് താഴെയോ വരണം. ഇപ്പോൾ മാർക്കറ്റ് സെൽ ഓൺ റൈസ് നിൽക്കുകയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയെ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റി സംഭവിച്ചിട്ടുള്ളത് എന്താണ്? ബാങ്ക് നിഫ്റ്റി പ്യുവർലി ഒരു വലിയൊരു ട്രെൻഡ് ഡേ ആയിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച വന്നത്. ആ ദിവസത്തെ സ്പൈക്ക് ഒരു സിംഗിൾ പ്രിൻ്റ് ഉണ്ടായിരുന്നു. ഏതുവരെ 49,338 തൊട്ട് 49,184 വരെ. ആ സിംഗിൾ പ്രിൻ്റിൻ്റെ ഭാഗത്ത് ഇന്ന് വീണ്ടും ഒരു സിംഗിൾ പ്രിൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെ നോർമൽ ഡേ ആയിരുന്നു, ഉറക്കം തൂങ്ങിയ ദിവസമായിരുന്നു. പ്യുവർലി പറയുകയാണെങ്കിൽ 49,300-ഉം 49,440 സ്ഥലത്ത് കിടന്ന് ഏകദേശം ഉച്ചയ്ക്ക് എത്രയാണ് 11:30 മണി തൊട്ട് ഈ പറഞ്ഞ 300 പോയിൻറ്റിൽ ഇടയ്ക്ക് തന്നെ കളിക്കുകയായിരുന്നു. 240 പോയിൻറ്റിൻ്റെ ഇടയ്ക്ക് ഈ പീരീഡിൽ ഒരു ഡൗൺവേർഡ് മൂവ് വന്ന് ഈ സിംഗിൾ പ്രിൻറ്റ് ടെസ്റ്റ് ചെയ്ത് തിരിച്ച് വീണ്ടും ആ ഭാഗത്തൊരു സിംഗിൾ പ്രിൻറ്റ് ക്രിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ പി ഒ സി 49,368 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 49,360 താഴെ നിൽക്കുന്നിടത്തോളം കാലം നമ്മളെ ട്രെൻഡ് ഡേയുടെ പി ഒ സി 49,120 ടെസ്റ്റ് ചെയ്യാനും ഇനി ഈ 49,128 മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ പി ഒ സി 49,000 ന്യൂട്രൽ സ്ട്രീമിൻ്റെ പി ഒ സി 49,550 ടെസ്റ്റ് ചെയ്യാനും ഈ 550-ന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം അവൻ 640-ഉം അതിന് മുകളിൽ ഈ ഒരു കുറച്ച് ഭാഗത്ത് ഇന്നലെ വന്ന ഫാസ്റ്റ് ഓണായ 920 വരെയുള്ള കുറച്ച് ഹൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഉറക്കം തൂങ്ങി നിൽക്കുന്ന മാർക്കറ്റാണ്. പ്യുവർലി ഒരു ട്രെൻഡില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രെൻഡ് കിട്ടാൻ പറ്റാതെ ഒരു ഒഴിഞ്ഞിങ്ങനെ എന്തുവാണ് ഒരു ഉറക്കം തൂങ്ങി. പ്യുവർലി പറയുകയാണെങ്കിൽ നമ്മൾ പറയുക ഒന്ന് ചത്ത് കുത്ത് മടങ്ങിയിരിക്കുന്ന പോലെ ഉറക്കം തൂങ്ങി മാർക്കറ്റാണ് നമ്മളെ മാർക്കറ്റ്. സോ രണ്ട് കാര്യങ്ങൾ ഓർത്തുകൊള്ളുക. നാളെ പക്ഷേ ഇന്നലെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ന്യൂട്രൽ സ്ട്രീം ഡൗൺ ആയിരുന്നു. ന്യൂട്രൽ സ്ട്രീം ഡേയ്സിന് ശേഷം ഒരു ബാലൻസ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് വന്നിട്ടുണ്ട്. സോ ഇതിന് കഴിഞ്ഞ ശേഷം മാക്സിമം നമുക്കൊരു ട്രെൻഡ് ഡേ വരാനുള്ള ചാൻസ് അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ഉള്ള ദിവസം വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ ഉറക്കം തൂങ്ങി മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിന് ഞാൻ നിങ്ങൾ വിട പറയുന്നു. ഞങ്ങളുടെ വീഡിയോ കാണാത്തവർ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സുകൾക്ക് ഇത് അയച്ചു കൊടുത്ത് അവർക്ക് നിങ്ങൾ പ്രയോജനപ്പെടുത്തട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി തന്നുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ.